ഭാരതീയ ആത്മീയതയുടെ മഹാസമുദ്രത്തിൽ സന്യാസിമാരുണ്ട്, ഋഷിമാരുണ്ട്, യോഗിമാരുണ്ട്, എന്നാൽ പിന്നെ അവധൂതരുണ്ട്. അവർ പലപ്പോഴും ഭ്രാന്തന്മാരാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നു. അവർ നഗ്നരായി അല്ലെങ്കിൽ തുണിയിട്ട് അലഞ്ഞു നടക്കുന്നു. ചിലപ്പോൾ ആകാശത്തെ നോക്കി ചിരിക്കുന്നു, ചിലപ്പോൾ കരയുന്നു. അവർക്ക് വീടില്ല, ജാതിയില്ല, ധർമ്മമില്ല, നിയമങ്ങളില്ല. അവർ സമൂഹത്തിന്റെയും മനസ്സിന്റെയും ഘടനയെ മറികടന്നിരിക്കുന്നു. ദൈവികതയ്ക്കും ഭ്രാന്തിനുമിടയിൽ സൂക്ഷ്മമായ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഈ ജീവികൾ ആരാണ്? ലോകത്തിന്റെ മറ്റു ഭാഗങ്ങൾ മറന്നുപോയ എന്ത് രഹസ്യ അറിവാണ് അവർ കൈവശം വെച്ചിരിക്കുന്നത്? അവധൂത എന്ന വാക്ക് സംസ്കൃത ധാതുവിൽ നിന്നാണ് വന്നത്. ഒരു അവധൂതൻ അക്ഷരാർത്ഥത്തിൽ മൂജിതനാണ്. എന്നാൽ അവർ എന്താണ് മൂജിതനായത്? ലൗകിക ബന്ധങ്ങളുടെയും സാമൂഹിക ബാധ്യതകളുടെയും അഹംഭാവത്തിന്റെയും ചങ്ങലകൾ അവർ ഇളക്കിവിട്ടു. ദ്വൈതത്വത്തിന്റെ മിഥ്യാധാരണയെ അവർ ഇളക്കിവിട്ടു. ഞാൻ നിങ്ങളിൽ നിന്ന് വേർപെട്ടിരിക്കുന്നു എന്ന ആശയം അച്ചടക്കത്തിനായി പരിശ്രമിക്കുന്ന ഒരു സന്യാസിയെപ്പോലെയല്ല. അവധൂതൻ അച്ചടക്കത്തിനപ്പുറം പോയിരിക്കുന്നു. ഉണർവ്, സ്വപ്നം, ഉറക്കം എന്നീ 3 അവസ്ഥകൾക്കപ്പുറം തുരീയാതീതം എന്നറിയപ്പെടുന്ന ഒരവസ്ഥയിലാണ് അവ നിലനിൽക്കുന്നത്. അവർ ആത്മാവിന്റെ ആത്യന്തിക അരാജകവാദികളാണ്. തിരുവെഴുത്തുകൾ, പ്രത്യേകിച്ച് അവധൂതഗീതയും മഹാനിർവാണതന്ത്രവും അവധൂതൻ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഭ്രാന്തന്റെ സ്വഭാവമുള്ളതായി വിവരിക്കുന്നു. ഒരു കുട്ടിയെപ്പോലെ അവർ യാതൊരു വിദ്വേഷവുമില്ലാതെ വർത്തമാന നിമിഷത്തിൽ പൂർണ്ണമായും ജീവിക്കുന്നു. ഒരു ഭ്രാന്തനെപ്പോലെ അവർ സാമൂഹിക നിയമങ്ങളെ അവഗണിക്കുന്നു. അവർ പ്രശംസിക്കുന്നതിനോ അപമാനിക്കുന്നതിനോ ശ്രദ്ധിക്കുന്നില്ല. അവധൂതർ ഏറ്റവും പ്രസിദ്ധമായ ആദിരൂപം ആദിഗുരുവായ ദത്താത്രേയ ഭഗവാനാണ്. ദത്താത്രേയ ഒരു ക്ലാസ് മുറിയിൽ നിന്ന് ഒരധ്യാപകനിൽ നിന്ന് പഠിച്ചിട്ടില്ലെന്ന് ഐതിഹ്യം. പകരം പ്രകൃതിയിൽ 24 ഗുരുക്കന്മാരെ കണ്ടെത്തി. ഭൂമിയിൽ നിന്ന് ക്ഷമയും വെള്ളത്തിൽ നിന്ന് വ്യക്തതയും കാറ്റിൽ നിന്ന് സ്വാതന്ത്ര്യവും അവൻ പഠിച്ചു. ഒരു അവധൂതന് ഈ പ്രപഞ്ചം മുഴുവൻ ഗുരുവാണ്. ഈ നിഗൂഢമായ അലഞ്ഞുതിരിയുന്നവരാൽ ചരിത്രം നിറഞ്ഞിരിക്കുന്നു. ഷിർഡി സായിബാബയെക്കുറിച്ചോ അല്ലെങ്കിൽ നിശബ്ദനായ സദാശിവ ബ്രഹ്മേന്ദ്രിയെക്കുറിച്ചോ ചിന്തിക്കുക. അദ്ദേഹം ഒരു വാക്കുപോലും സംസാരിക്കാതെ ഗ്രാമങ്ങളിലും രാജകൊട്ടാരങ്ങളിലും നടന്നിരുന്നു. യഥാർത്ഥ സ്വാതന്ത്ര്യം നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതോ നിങ്ങളെവിടെയാണ് ജീവിക്കുന്നതെന്നോ അല്ലെന്ന് അവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതൊരു ആന്തരിക അവസ്ഥയാണ്. സ്വതന്ത്രരാകാൻ ലോകം വിട്ടുപോകേണ്ട ആവശ്യമില്ലെന്ന് അവധൂതൻ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മെ താങ്ങി നിർത്തുന്ന ചങ്ങലകൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയവയാണെന്ന് തിരിച്ചറിയണം. ഞാൻ ശരീരമല്ല, ഞാൻ മനസ്സല്ല എന്ന വാക്യത്തിന്റെ ജീവനുള്ള മൂർത്തീഭാവമാണവ. അവധൂതം ഒരു കണ്ണാടിയാണ്. നാം അവരെ നോക്കുമ്പോൾ നമ്മുടെ സ്വന്തം ന്യായവിധികളും നമ്മുടെ സ്വന്തം ഭയങ്ങളും നമ്മുടെ സ്വന്തം പരിമിതികളും നാം കാണുന്നു. എന്നാൽ നാം ആഴത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ കിടക്കുന്ന കേവലവും അതിരുകളില്ലാത്തതുമായ സ്വാതന്ത്ര്യത്തിനുള്ള സാധ്യതകൾ നാം കാണുന്നു.